നമസ്കാരം. ആസ്ട്രോമീഡിയയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട്. ഇന്നത്തെ അധ്യായത്തിൽ മീനക്കൂറിൻ്റെ പുതുവർഷ ഫലങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മീനക്കൂർ എന്ന് പറയുമ്പോൾ പൂരോരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി നക്ഷത്രം, രേവതി നക്ഷത്രം, ഇങ്ങനെ 2 നക്ഷത്രം അടങ്ങുന്ന മീനക്കൂറുകാർക്ക് ഈ ഒരു വർഷത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും, അനുഭവഫലങ്ങൾ എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ വിലയിരുത്തുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം പറഞ്ഞ പോലെ തന്നെ ഓരോ വ്യക്തിക്കും ഓരോ ജാതകമുണ്ട്. അതിലൊരു ദശ ഉണ്ടാവും, ഒരു അപഹാരം നടക്കുന്നുണ്ടാവും, ഒരു ഛിദ്രം നടക്കുന്നുണ്ടാവും. പിന്നെ ചാരഫലങ്ങളെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. ചാരഫലങ്ങൾ എന്ന് പറയുമ്പോൾ ഗ്രഹഗോചരാദികൾ ഒരു കൂറിനെ ബന്ധപ്പെടുത്തിയിട്ട് വ്യാഴമാറ്റം, ശനിമാറ്റം, രാഹുകേതുമാറ്റം, അതൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു വർഷം പുതുതായിട്ട് വരുന്നത്. അതിൽ തീർത്തും അനുഭവത്തിൽ വരാൻ സാധ്യതയുള്ള വിഷയങ്ങൾ മാത്രമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. എന്നിരുന്നാൽ പോലും ഒരാൾ ആ വ്യക്തിയുടെ ജാതകം നോക്കി സൂക്ഷ്മമായിട്ട് അതിലെ അഷ്ടവർഗമൊക്കെ ഗണിച്ച് നോക്കി മാത്രമാണ് ഈ ഫലങ്ങളെ ഉറപ്പിക്കേണ്ടതുള്ളൂ. അത് പ്രത്യേകം അറിയിക്കണം. കാരണം ഗ്രഹഗോചര ഫലങ്ങളെല്ലാം അഷ്ടവർഗത്തിൻ്റെ സഹായം ഇല്ലാണ്ട് ഒരാൾക്കും പറയാൻ സാധിക്കില്ല. അപ്പോൾ ഓരോ വ്യക്തിക്ക് ഓരോ ജാതകം ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതുതന്നെയാണ്. ഇപ്പോൾ ഈ നക്ഷത്രത്തിലൊക്കെ ജനിച്ച ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടാവും, ധാരാളം യഥേഷ്ടം ലക്ഷക്കണക്കിന് ആളുകളുണ്ടാവും. എല്ലാവർക്കും ഒരേ ഫലം അനുഭവിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ആ ജാതകത്തിലെ അഷ്ടവർഗ ബിന്ദുക്കൾക്കനുസരിച്ചിട്ടായിരിക്കും ഈ പറയുന്ന ഫലങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ. ഈ അഷ്ടവർഗം എന്ന് പറയുമ്പോൾ സൂര്യൻ മുതൽ ശനി പര്യന്തമുള്ള 7 ഗ്രഹങ്ങളും ലഗ്നത്തിൻ്റെ ബിന്ദുക്കളും കൂട്ടിയിട്ടാണ് 8 ബിന്ദുക്കളെ കണക്കാക്കുന്നത്. അതിൽ 5ൽ കൂടുതൽ ബിന്ദുക്കളുള്ള രാശിയിൽ ഗ്രഹം ഗോചരവശാൽ സഞ്ചരിക്കുന്ന സമയത്ത് ദോഷം ഉണ്ടാവില്ല. എന്നിരുന്നാലോ 5ൽ താഴെയുള്ള ബിന്ദുക്കളാണ് എന്ന് വയ്ക്കുക. 5ൽ താഴെ എന്ന് പറയുമ്പോൾ 4, 3, 2, 1, 0, ചിലപ്പോൾ 0 ഉണ്ടാവും, ഒരു ബിന്ദു ഉണ്ടാവില്ല. 0 വരെയാണെന്ന് വെച്ചാൽ വളരെ ശ്രദ്ധിക്കണം, കുറച്ചധികം ദോഷം ഉണ്ടാവും. അപ്പോൾ അനുകൂല സ്ഥാനമാണെങ്കിൽ പോലും 0 ബിന്ദുവിലാണ് ആ ഗ്രഹം സഞ്ചരിക്കുന്നതെങ്കിൽ തീർത്തും ദോഷം മാത്രമാണ് ഉണ്ടാവുക. എന്നാൽ തീർത്തും മോശമായ സ്ഥാനത്ത് അഥവാ വേദസ്ഥാനത്തൊക്കെയാണ് ഗ്രഹം സഞ്ചരിക്കുന്നതെങ്കിൽ 7, 8 ബിന്ദുക്കളുണ്ട് വെച്ചാൽ ഒട്ടും ദോഷം ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അവനവന് വിശ്വാസമുള്ള ഒരു ദൈവത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി ജാതകം കൊടുത്ത് അതിലെ കാര്യങ്ങൾ വിലയിരുത്തി അഷ്ടവർഗമൊക്കെ ഗണിച്ച് മാത്രമാണ് ഇത്തരം ഫലങ്ങളൊക്കെ അറിയാവൂ. പിന്നെയും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോൾ മുഴുവൻ ഇവിടെ ചുരുങ്ങിയ ഒരു സമയത്തിൽ വിശദീകരിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഈ കേട്ടത് അപ്പാടെ എൻ്റെ ഫലങ്ങളാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഒരു മുന്നറിയിപ്പ് തന്നതാണ്. അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് വന്നാൽ 2025 മെയ് മാസം 14 തീയതി വരയ്ക്ക് ഈ മീനക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ സ്ഥിതി 3ലാണ്. അപ്പോൾ വ്യാഴപ്പം ഇടവൻ രാശിയിലാണ്. അപ്പോൾ മീനക്കൂറിൽ ജനിച്ച ആളുകൾക്ക് മീനം, മേടം, ഇടവം. അപ്പോൾ ഇനി അത് മിഥുനത്തിലേക്ക് വരും. അപ്പോൾ ജന്മ 4ലേക്കാണ് വരുന്നത്. അപ്പോൾ 4ാം വ്യാഴം എന്നാണ് അതിന് പേര് പറയുക. 4ാം വ്യാഴം വന്നാൽ കേസരി യോഗം അല്ല കേട്ടോ. ചതുർത്ഥേ പാണ്ഡവനാശം, പാണ്ഡവകുലം മുടിഞ്ഞ ഒരു സമയമാണ്. അപ്പോൾ 2025 മെയ് 14 വരയ്ക്ക് 3ൽ, അതിനുശേഷം 4ൽ വ്യാഴം സഞ്ചരിക്കേണ്ട ഈ ഒരു വർഷം. 2025 മാർച്ച് 29 തീയതി വരയ്ക്ക് ശനി 12ലാണ്, ദുരിതഭാവത്തിലാണ്. അത് ഇനി അങ്ങോട്ട് വരും, ജന്മത്തിലേക്ക് വരും. ജന്മക്കൂറ് മീനക്കൂറിലേക്ക്, മീനം രാശിയിലേക്ക് ശനി വരുന്നുണ്ട്. 2025 മെയ് 18 വരയ്ക്ക് രാഹു ജന്മത്തിലുണ്ട്. അതിനുശേഷം രാഹു 12ലേക്കാണ് വരിക. രാഹു പിന്നിലേക്കാണ് സഞ്ചരിക്കുക. കേതു 2025 മെയ് 18 വരയ്ക്ക് 7ലുണ്ടാവും. അതിനുശേഷം 6ലേക്ക് വരും. അപ്പോൾ ഈ രാഹുകേതുക്കൾ ഒരു ശരീരത്തിൻ്റെ 2 ഭാഗങ്ങളാണ്. അത് പിന്നിലേക്ക് സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളല്ല, അവർ തമോഗ്രഹങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ദോഷാധിക്യമായിട്ടുള്ളൊരു വർഷമായിട്ടാണ് പൊതുവെ ഈ മീനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് കണക്കാക്കിയിട്ടുള്ളത്. ലേശം കഷ്ടകാലമുണ്ട്. പ്രധാനമായിട്ടുള്ളത് ഇപ്പോൾ വ്യാഴമ്പഴിയും ശനിപ്പഴിയും വരണമെന്നുള്ളത് തന്നെയാണ്. നമ്മൾ വർഷാരംഭത്തെ കണക്കാക്കി കഴിഞ്ഞാൽ ഒരു മെയ് മാസം വരയ്ക്കൊന്നും വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. കാര്യജയങ്ങളെല്ലാം നമുക്ക് ഈ ഒരു സമയത്ത് നടത്തണം. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് നടത്തുകയാണ് നല്ലത്. അതേപോലെ തന്നെ ജനസമിതി
ഇവർക്ക് ഉണ്ടാവും. എല്ലാവരുടെയും സപ്പോർട്ട് കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. ബന്ധുക്കളെ കൊണ്ട് നേടേണ്ട കാര്യങ്ങളെല്ലാം ഈ ഒരു സമയത്ത് നേടിയെടുക്കണം. ബന്ധുഗുണം നന്നായിട്ടുണ്ടാവുന്ന ഒരു കാലഘട്ടമാണ്. വർഷത്തിൻ്റെ മധ്യകാലഘട്ടം ജൂൺ മാസം വരയ്ക്ക് അത് ബന്ധുഗുണങ്ങൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. വിദേശയാത്രാ ഗുണങ്ങൾ അതൊക്കെ ഒരു കാലഘട്ടത്തിൽ സാധിക്കും. അതിനുശേഷം ഒന്നങ്ങോട്ട് വ്യത്യാസം വരുന്ന ഒരു സമയമാണ്. ധനദുർവ്യാധികളോട് കൂടിയിട്ട് ജൂലൈ മാസം ആരംഭിക്കുന്നു. അതിനുശേഷം കർമ്മപരമായിട്ടുള്ള ചില ദുരിതങ്ങൾ, കർമ്മസംബന്ധിയായിട്ടുള്ള ചില തടസ്സങ്ങൾ, മനോവ്യസനാദികൾ ഉണ്ടാകുക പോലെയുള്ള സാഹചര്യങ്ങൾ, മനസ്സ് വിഷമിപ്പിക്കേണ്ട സാഹചര്യങ്ങൾ വന്നു ചേരുക. ഭാര്യയ്ക്ക് സുഖഹീനതയുണ്ടാവുക. ഇതൊക്കെ വയസ്സും പ്രായമൊക്കെ നോക്കി മാത്രമാണ് അതൊക്കെ പറയുക കേട്ടോ. ചെറിയ കുട്ടികൾക്കൊന്നും അത് പറയാൻ പറ്റുന്ന വിഷയമല്ല. അപ്പോൾ അത് മുതിർന്നവരെ സംബന്ധിച്ചിട്ടാണ്, വിവാഹിതരെ സംബന്ധിച്ചിട്ടാണ് എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കുക. അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനോട് ബന്ധം വരും. അപ്പോൾ ഭാര്യയ്ക്ക് രോഗം ഉണ്ടാവുക പറഞ്ഞാൽ എല്ലാ ഭാര്യമാർക്കും രോഗം ഉണ്ടാവുക, എല്ലാവരുടെ ഭാര്യയ്ക്കും രോഗം ഉണ്ടാവുക എന്നല്ല. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ലക്ഷോപലക്ഷം ജനങ്ങൾ ഈ നക്ഷത്രത്തിലുണ്ടാവും. അതൊക്കെ അവരുടെ ജാതകം വിശദമായി നോക്കി മാത്രമേ, അതിൻ്റെ അഷ്ടവർഗ്ഗമൊക്കെ നോക്കി മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉറപ്പിക്കേണ്ടതുള്ളൂ. അല്ലെങ്കിൽ ഈശ്വര എൻ്റെ ഭാര്യയ്ക്ക് രോഗം വരൂ, അങ്ങനെ വിചാരിക്കേണ്ട ആരും എന്നർത്ഥം. ശിരോരോഗങ്ങൾ, ഇപ്പോൾ തലയെ സംബന്ധിക്കുന്നതായ രോഗങ്ങൾക്കുള്ള ചികിത്സ നടത്തുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കണം എന്ന് സാരം കേട്ടോ. അതൊക്കെ എന്തായാലും അനുഭവത്തിൽ വരുന്ന കാര്യമാണ്, യാതൊരു സംശയമില്ലാത്ത കാര്യം. കളവ് പറയേണ്ട സാഹചര്യം ഉണ്ടാവുക. നമ്മൾ മറ്റുള്ളവരോട് കളവ് പറഞ്ഞ് അതിൽ മനോദുഃഖത്തിനും ബന്ധുവിരോധത്തിനും ഇടവരുത്തേണ്ട ചില സാഹചര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് മാറ്റിവെക്കാൻ വേണ്ടിയിട്ടാണ് പറയണത്. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടെച്ചാൽ ഒഴിഞ്ഞു മാറുക, എങ്കിലും കളവ് പറയാതിരിക്കുക. കളവ് പറയണത് അത്രയ്ക്ക് നല്ല കാര്യമില്ല. സന്താന ക്ലേശങ്ങൾ ഉണ്ടാവുക, കുട്ടികൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, അകാരണമായിട്ടുള്ള കലഹങ്ങൾ വന്ന് ചേരുക, പൊടുന്നനെ ഉണ്ടാകുന്ന കലഹങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, കേസ് കൂട്ടവഴക്കുകൾക്കൊക്കെ സാധ്യതയുണ്ട് എന്നർത്ഥം. സ്വജനങ്ങളിൽ നിന്നും അകന്നു നിൽക്കേണ്ട സാഹചര്യം. ബന്ധുക്കളൊക്കെ ആ സമയത്ത് നമ്മളോട് വൈരാഗ്യം നിമിത്തം അകന്നു നിൽക്കും. വർഷാവസാനമൊക്കെ ആകുമ്പോഴേക്കും ഗുരുജന കഷ്ടതകൾ സംഭവിക്കും. ഗുരുജനങ്ങളെന്ന് പറയുമ്പോൾ അച്ഛനമ്മ അവനവനെ വിദ്യ പഠിപ്പിച്ച ഗുരുനാഥൻ എന്തൊക്കെയാണ് ഗുരുജനങ്ങൾ. അതേപോലെ തന്നെ യാത്രാക്ലേശം. വർഷാവസാനമൊന്നും വിദേശയാത്രയ്ക്കൊക്കെ ഒരുങ്ങുന്നുണ്ട് വെച്ചാൽ ഇവർ വേണ്ടാന്ന് വയ്ക്കുക. കാരണം എന്താ വെച്ചാൽ പോയി കഴിഞ്ഞാൽ, വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഉല്ലാസയാത്രയ്ക്കൊക്കെ വേണമെങ്കിൽ പോവാം, പക്ഷെ എന്നാലും അത് വരെ ശ്രദ്ധിക്കണം എന്നാണ് പറയണത്. ജന്മശനിയല്ലേ. ദുഃഖപരമ്പരയുടെ മധ്യത്തിൽ മുങ്ങുന്ന വസിഷ്ഠൻ്റെ വചനമുണ്ട്. പ്രശ്നമാർഗത്തിൽ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അവനവൻ തന്നെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ വരുന്ന ആപത്തുകളെ തടയാൻ വേണ്ടി സാധിക്കും. പിന്നെ ഒഴുക്കിനെതിരെ നീങ്ങല്ല വേണ്ടത്. നമ്മൾ അവനവൻ്റെ ജീവിതത്തെ ഒന്ന് ചിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഗ്രഹപ്പിഴയോ ദോഷമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ക്ഷേത്രദർശനം പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന പ്രവർത്തികളിൽ നിന്ന് മാറി നിൽക്കുക. സത്യം മാത്രം പറയുക. നിത്യം കുളിക്കുക. ദേവാരാധന ചെയ്യുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏത് കഷ്ടതയും നീങ്ങും എന്നുള്ളത് എല്ലാ ഋഷീശ്വരന്മാരും ഒരുപോലെ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവനവൻ്റെ ജീവിതചര്യ കൊണ്ട് തന്നെ അവനവൻ്റെ കാതലായിട്ടുള്ള മാറ്റം ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പുതുവർഷ ഫലങ്ങളുടെ എപ്പിസോഡുകളെല്ലാം ഇവിടെ അവസാനിക്കുകയാണ്. ഇതെല്ലാം ഒരു പ്ലേലിസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഈ വർഷം മുഴുവൻ കേൾക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. ഇതൊക്കെ അറിയണം എന്നുള്ള ആളുകൾക്ക് ഇതെല്ലാം കേൾക്കാം. ഈ 27 നക്ഷത്രത്തിന് വളരെ ഡീപ്പായിട്ട് ഫലങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അനുഭവത്തിൽ വരുന്ന ഫലങ്ങളായിരിക്കും, സംശയമില്ല. കാരണം അത് വളരെ നിരീക്ഷിച്ചതിന് ശേഷം മാത്രം തയ്യാറാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം ഒരു പ്ലേലിസ്റ്റ് ചെയ്ത് നമ്മൾ പുതുവർഷ ഫലങ്ങൾ 2025 എന്ന് പറഞ്ഞിട്ട് പ്ലേലിസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ശാസ്ത്രീയമായ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കണ്ടതും കേട്ടതും പറയലല്ല, കൃത്യമായിട്ട് ജ്യോതിഷ പ്രമാണ പുരസ്സരം അതിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ജ്യോതിഷ വിദ്യാർത്ഥികൾക്ക്, ഇതിനെ പറ്റിയിട്ടൊക്കെ റിസർച്ച് ചെയ്യുന്ന ആളുകൾക്കൊക്കെ അത് വളരെ പ്രയോജനം ചെയ്യും എന്നുള്ള നിലയ്ക്കും ഏത് കാലഘട്ടത്തിലും, ഇപ്പോൾ നമ്മളൊക്കെ കാലത്തിന് ശേഷവും അതെല്ലാം നിലനിൽക്കും. ഈ മീഡിയയൊക്കെ ഉള്ളിടത്തോളം കാലം അതൊക്കെ നിലനിൽക്കും. അതൊരു പൊതുജനങ്ങൾക്കൊരു പ്രയോജനമാവട്ടെ. പലരും പറഞ്ഞു കൊടുക്കില്ല അത്തരം കാര്യങ്ങൾ. വളരെ സൂക്ഷ്മമായിട്ടുള്ള ഫലങ്ങൾ അതെങ്ങനെയാണ് പറയുക, പിന്നെ അഷ്ടവർഗം ഗണിക്കുന്നത് എങ്ങനെയാണ്, അതേപോലെ തന്നെ പല കാര്യങ്ങൾ ഒരു 300-ലധികം വീഡിയോസ് ഉണ്ടാവും. ഏത് കാലഘട്ടത്തിലും പ്രയോജനം, ഏത് കാലാവസ്ഥയിലും പ്രയോജനം ചെയ്യുന്ന വീഡിയോകളാണ്. അതെല്ലാം കേൾക്കുക, കാണുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ.
അപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തേണ്ട വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് സജഷൻ ചെയ്യാം. ഇന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോസായി ചെയ്യണം എന്നൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറയാം. എത്രയോ കാര്യങ്ങൾ ഇനിയും പറയാൻ കിടക്കുന്നു. പിന്നെ പ്രമാണ പുരസ്സരം മാത്രമാണ് ഇതിലെ കാര്യങ്ങളുണ്ടാവുക. അത് കേൾക്കാൻ താല്പര്യമുള്ള ആൾക്കാർ മാത്രമേ അത് കേൾക്കേണ്ടൂ. പ്രമാണം ഇല്ലാണ്ട് പറയണതൊന്നും ശാസ്ത്രമാവില്ല. ശാസ്ത്രത്തിന് ഒരു ജ്യോതിശാസ്ത്രത്തിന് പ്രമാണമുണ്ട്. അപ്പോൾ അത് പ്രമാണ പുരസ്സരം മാത്രമേ പറയൂ. അറിയുന്ന കാര്യങ്ങൾ പറയാൻ സന്നദ്ധനാണ്, യാതൊരു മടിയില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ശുഭദിനം.